വിവാഹം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ദൈവം തുടക്കം മുതൽ സ്ഥാപിച്ച ഒരു ദിവ്യ സ്ഥാപനമാണ്. ഉൽപ്പത്തി 2:18 ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്നരുളി ചെയ്തു. തുടർന്ന് 24-ാം വാക്യത്തിൽ വിവാഹത്തിന്റെ അടിസ്ഥാന തത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഈ ഏക ശരീര ഐക്യം ആഴത്തിലുള്ള ആത്മീയവും വൈകാരികവും ശാരീരികവുമായ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. വിവാഹം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ത്യാഗപൂർവം, നിസ്വാർത്ഥമായി, വിശ്വസ്തയോടെ. സഭ ക്രിസ്തുവിന് കീഴടങ്ങുമ്പോൾ ഭാര്യയും ഭർത്താവിനെ ബഹുമാനിക്കണം. എബ്രായർ 13:4 പ്രഖ്യാപിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹം പവിത്രമാണെന്നും പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും സംരക്ഷിക്കപ്പെടണമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. മലാഖി 2:14-16 വരെ ദാമ്പത്യ വിശ്വസ്തയോടുള്ള ദൈവത്തിന്റെ ആഴമായ താൽപര്യവും കാണിക്കുന്നു. വിവാഹത്തെ തന്റെ മുമ്പാകെയുള്ള ഒരു ഉടമ്പടി എന്ന് വിളിക്കുന്നു. വെറും 2 ആളുകൾ തമ്മിലുള്ള ഒരു കരാറല്ല. ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു. വിവാഹം ദൈവത്തിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഐക്യമാണ്. അത് സൗഹൃദത്തിനും വിശുദ്ധിക്കും ഉടമ്പടി സ്നേഹത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. തിരുവെഴുത്തിന്റെ അടിത്തറയിൽ പണിയപ്പെടുമ്പോൾ അത് നിരീക്ഷിക്കുന്ന ലോകത്തിന് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും ശക്തമായ സാക്ഷ്യമായി മാറുന്നു.